ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ഓസിയുടെ അഹാനയുടെ സിസ്റ്റർ ഉണ്ട് ഓസിയുടെ ഒരു ഫിഷ് കറി ഭയങ്കര ഫേമസ് ആണ്. സോ എന്തായാലും നല്ല മീൻ കിട്ടി. അപ്പൊ പിന്നെ എന്തായാലും ഓസിയുടെ ഫിഷ് കറി ട്രൈ ചെയ്യാന്ന് ഓർത്തു. സോ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഉണ്ടാക്കുന്നത് നൈറ്റ് ആയിട്ടോ. കാരണം എനിക്ക് നാളെ മോർണിംഗ് എനിക്ക് പരിപാടി ഉണ്ട്. അപ്പൊ എനിക്ക് രാവിലെ എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നൈറ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫിഷ് കറി സെറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടുപോകാം. അപ്പോൾ അതേ മീൻ നല്ല വൃത്തിയാക്കി തന്നിട്ട് ഉമ്മി പോയിട്ടുണ്ട്. ബിക്കോസ് പച്ചമീൻ ഞാൻ കൈകൊണ്ട് തൊടില്ല ഗൈസ്. പിന്നെ കറിവേപ്പില വേണം, സവോള, പച്ചമുളക്, പിന്നെ തക്കാളി നല്ല നീരിതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, ഉലുവ വേണം. പിന്നെ കുറച്ച് വെള്ളത്തിൽ പുളി കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ താരം മസാലയാണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, സോൾട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ആദ്യം തന്നെ ഞാൻ ഒരു വലിയ ചട്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ കണ്ടിട്ട് ഫുള്ളായിട്ട് ചുമ്മാ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടിയ നല്ലോണം വരണം കേട്ടോ. അത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള മുഴുവൻ ഇട്ട് കൊടുത്ത് വെക്കുക. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. രാത്രി ആയിട്ട് നല്ല ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതിന് ഞാൻ റിംഗ് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് എടുക്കാനോട് ഞാൻ കുക്ക് ചെയ്യണേ. ഞാൻ സവോള ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. എല്ലാവരും കിടന്നു, ഞാൻ മാത്രം ഇപ്പോൾ രാത്രി അടുക്കള വന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ടൈം ഇപ്പോൾ 10:45 കഴിഞ്ഞു. ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ ഗൈസ്, നമുക്കത് തുറന്ന് നോക്കാം, അല്ലെങ്കിൽ ഇനി കഴിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ സവോള നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നേരിയതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം, മുഴുവൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മതി. ഇതും വഴണ്ട് കിട്ടും പെട്ടെന്ന് തന്നെ. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ തക്കാളി ഇവിടെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മുടെ മസാല ഇട്ട് കൊടുക്കേണ്ടത്. സോ നമുക്കിനി ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫുൾ പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ ഇവിടെ നോക്കിയിട്ടാട്ടോ എല്ലാം ചെയ്യുന്നത്. പിന്നെ ഇത് ആവശ്യത്തിന് പുളി ഇട്ട് കൊടുത്തു, അതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. തുറന്നു നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ കറിയൊക്കെ തിളച്ച് സൈഡിൽ നിന്ന് എണ്ണയ്ക്ക് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മീൻ കൈകൊണ്ടെടുത്ത് ഇതിനകത്തേക്ക് ഇടണം ഗൈസ്. ബിക്കോസ് ഉമ്മിയില്ല, ഉമ്മി കിടന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിവൃത്തിയില്ലാണ്ട് ഞാൻ തന്നെ ഇടണം. പകൽ സമയമാണെന്നുണ്ടെങ്കിൽ അരി കഴുകിയ വല്ല വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ മീൻ തൊടും. അതാകുമ്പോൾ മീൻ്റെ മണം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നല്ല ടിപ്പാണ്, നോക്കി വെച്ചോ കേട്ടോ. വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഗൈസ് ഞാൻ തന്നെ അത് മീൻ കൈകൊണ്ടെടുത്ത് ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് കറിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇളക്കിയിട്ട്, അതായത് മീൻ കറിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പോലെ ആക്കി വെക്കും. അപ്പം ഞാൻ ഒന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഉപ്പ് കുറവായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ എനിക്ക് ഉപ്പിടാനും പേടിയാണ്. ബിക്കോസ് എനിക്ക് എപ്പോഴും പ്രഷർ ലോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടുന്ന ഉപ്പ് എല്ലാവർക്കും ഭയങ്കര കൂടുതലായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എനിക്കതെപ്പോഴും നോർമലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉമ്മിനെ കൊണ്ടാണ് ഉപ്പ് ഇടിപ്പിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കൈ കാണുമ്പോൾ മനസ്സിലാവും ഉപ്പിടുന്ന ഉമ്മിയായിരിക്കും. പക്ഷേ എനിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ സാധാരണ പോലെ തന്നെ ഉപ്പിടും. ബിക്കോസ് എനിക്ക് അത് പ്രശ്നമല്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഗൈസ്. ബിക്കോസ് ഇവിടെ ടേസ്റ്റ് നോക്കാൻ ആരുമില്ല, ഉപ്പിടിപ്പിക്കാൻ ഉമ്മിയുമില്ല. അപ്പോൾ ഇനി എന്തായാലും ഒന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ തിളച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഉപ്പിലൊക്കെ ചില മാറ്റം കാണുമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉപ്പ് കുറവാണ് ഗൈസ്. എനിക്ക് പക്ഷെ ഉപ്പിടാനും പേടിയാണ്. എന്തായാലും ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ് ഗൈസ്. പടച്ചോന്നറിയാം ഉപ്പ് കൂടിയോ ഇല്ലയോ എന്നുള്ളത്. കറിയായി വരുന്നുണ്ട്. കറിയപ്പം നല്ലോണം തിളക്കട്ടെ. കുതിച്ചിങ്ങനെ വരണം. എന്തായാലും നമുക്ക് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി ഫുള്ള് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കറിവേപ്പില കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് കറി ഒന്ന് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ ആ കറിവേപ്പിലേൻ്റെ നല്ലൊരു സ്മെല്ല് ആ കറിയിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ് നമ്മുടെ കറി തിളച്ച് എണ്ണയും ഒക്കെ ഇങ്ങനെ വിട്ടിങ്ങനെ വന്നിട്ടുണ്ട്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും സെറ്റാണ്. രാവിലെ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനല്ല, ഉമ്മ ഉണ്ടാക്കി തരും. ഉണ്ടാക്കി തരണമെന്ന് ഞാൻ പറയും. ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി തരും. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ തന്നെ നല്ല മടിയാണ് ഗൈസ്.
സോ ഞാനത് ടേസ്റ്റ് ചെയ്യുന്നത് രാവിലെ ആയിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ രാവിലെ ഞാനത് ഷൂട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി ടേസ്റ്റിംഗ് പ്രോസസ്സ് ഞാൻ കറി കാണിച്ചു തരാം. അപ്പോൾ അതേ കണ്ടില്ല, നമ്മുടെ കറി നല്ലോണം തിളച്ച് എണ്ണയ്ക്ക് നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. സോ മൂടി വെച്ചിട്ടുണ്ട് നമ്മൾ കറിയൊക്കെ. അപ്പം അകത്ത് തന്നെ തടന്ന് തിളച്ചോളും. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് രാവിലെ ഓപ്പൺ ചെയ്തിട്ട് നാസ്തിൻ്റെ കൂടെ കഴിക്കും. നാസ്തി എന്നാ പറയണേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോട് ഞാൻ കഴിക്കുമ്പോൾ നാളെ ടേസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ എക്സ്പീരിയൻസ് പറയാൻ എന്തായാലും എൻ്റെ വാപ്പി ഉമ്മിക്കാക്കും വരില്ല ക്യാമറയുടെ ഫ്രണ്ടിൽ. സോ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഷോർട്സിലും ഞാൻ തന്നെ ഉണ്ടാക്കി വാ പൊളി കൊള്ളാം എന്നൊക്കെ പറയുന്നത്. കൊള്ളാം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കൊള്ളാം എന്ന് പറയുന്നത്. ഫ്ലോപ്പാണെങ്കിൽ ഫ്ലോപ്പാണെന്ന് തന്നെ നമ്മൾ പറയും. അതിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പൊ തെറ്റ് പാർക്കാൻ പറ്റാത്ത ആർക്കാണ്ടും പറ്റും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇത് ശരിയായിട്ടുണ്ടോ എന്ന് നമുക്ക് രാവിലെ നോക്കാം. അപ്പൊ എന്തായാലും നമുക്കിനി രാവിലെ കാണാം. ബൈ. ഹലോ ഗായ്സ്, അപ്പൊ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നലെ ഞാൻ രാത്രി മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് രാവിലെ ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത്. പക്ഷെ കുറെ കാരണത്താൽ ഞാനിപ്പോ ഉച്ച 2:15 ഞാൻ കഴിക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഞാൻ പുട്ടിൻ്റെ ഒപ്പം തന്നെയാണ് നല്ല മീൻകറി, നല്ല മണമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉച്ചക്കും ഒക്കെ ചോറ് കഴിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മീൻകറി. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഫോണിൻ്റെ മെസ്സേജിൻ്റെ സൗണ്ട് വരുന്നത് എൻ്റെ ഫേസിൽ ലൈറ്റ് അടിക്കുന്നതിൻ്റെ ഒക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് പോയി ഗൈസ്. സോ ഞാൻ വാപ്പിയുടെ ഉമ്മിയുടെ 2 ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് ഇത്രയും വെട്ടമെങ്കിലും എടുത്തെടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ ഇരുട്ടത്തിരുന്ന് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചിട്ട് വരും. സോ ഞാൻ പുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ഉച്ചക്കത്തെ കൊഴുവ ഫ്രൈ, പിന്നെ ഇതെന്തായിരുന്നു കോവയ്ക്ക. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. നേരത്തെ എഴുന്നേക്കുകയും ചെയ്തു. നല്ല ലേറ്റായി. അങ്ങനെ എന്തൊക്കെയോ കാരണത്താൽ നല്ല ലേറ്റായി. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തി. അവരൊക്കെ തന്നെ കുറേ കോൾ ചെയ്തു, മെസ്സേജ് ചെയ്തു. എനിക്കൊന്നിനും റിപ്ലൈ കൊടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സമയം കളയുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് കഴിച്ചിട്ട് എനിക്ക് പോകണം ഗൈസ്. സോ വാവ്, നല്ല കളറുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരുപാട് കറി വേണം. ഓക്കെ, അപ്പോൾ ഉമ്മി ഒന്ന് ചൂടാക്കിയായിരുന്നു. കഴിച്ചു നോക്കാം. കൊള്ളാട്ടോ. പൂച്ചസാറ് എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോൾ കഴിക്കാൻ വന്നാലും ഇത് വരും. ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ ഗൈസ്. ഓസിയുടെ മീൻകറി സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കിടിലൻ ടേസ്റ്റ്. ഇവനിവിടെ വെറുതെ കിടന്ന് കാരണമുണ്ടിരിക്കാം. കഴിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും ആരെങ്കിലും കഴിക്കണുണ്ട്, അല്ലെങ്കിൽ ഞാൻ വന്നാലോ കാക്ക വാപ്പിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വരും. ഇത് എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റ്. ഒരു മീൻ എടുക്കട്ടെ. സമയമില്ല, അവിടെ എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നു. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം മീനും കൂടി കൂട്ടി മീനുണ്ട് നോക്കാം. ഇത് നമ്മുടെ കേര മീൻ. പുട്ടിനോട് നല്ല കോമ്പിനേഷൻ. ചോറിനോട് എങ്ങനെയാണെന്ന് അറിയില്ല. ചോറ് ഞാൻ കഴിച്ചിട്ടില്ല. 2:15 എന്നിട്ടും പിന്നെ എനിക്ക് ചോറിനേക്കാൾ ഇഷ്ടം ഇങ്ങനത്തെ നാസ്ത കേട്ടോ. കൊള്ളാം, സൂപ്പർ ടേസ്റ്റ്. ഭയങ്കര ഇഷ്ടമായി. നിനക്ക് ഞാൻ എടുത്തോണ്ടിരിക്കണപ്പോ ആര് പൊച്ചുണ്ടാക്കിയേ. അപ്പോൾ ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓസിയുടെ മീൻകറി ഓസിയുടെ ഫാമിലി പറഞ്ഞ പോലെ കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അത് വെറുതെ പറഞ്ഞല്ലെന്ന് മനസ്സിലായി. എന്തായാലും നല്ല റെസിപ്പിയാണ്. ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോട്ടെ. ആസ്വദിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ സമയമില്ല. നല്ല സൂപ്പർ ടേസ്റ്റ്. മിക്കവാറും ഞാൻ തന്നെ ഈ കറി ഇപ്പം പകുതിയാക്കും. എന്താ എനിക്ക് പൊതുവെ കറി കൂടുതൽ വേണം. ചോറോ പുട്ടോ എന്തായിക്കോട്ടെ, അത് കുറച്ചും കറി കൂടുതലും കഴിക്കുന്നതാണ് ഞാൻ. സോ ഇഷ്ടമായി. തോതിയുടെ മീൻകറി കണ്ടപ്പോൾ തന്നെ കൊതി വന്നതിൻ്റെ റീസൺ ടേസ്റ്റ് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുത്ത് കഴിഞ്ഞു. ഭാഗ്യത്തിന് അത് കഴിഞ്ഞതിന് ശേഷമാണ് കറണ്ട് പോയത്. പിന്നെ പിന്നെ ഫോൺ അപ്രൂവ് ചെയ്യുന്ന ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി വെച്ചേക്കുന്ന ഇത്രയും ലൈറ്റ് ഉള്ളത്. ഇല്ലെങ്കിൽ ഞാൻ ഇരുട്ടത്തിരിക്കുന്ന പോലെ ആയിരിക്കും.
തരാടാ. മൈൻഡ് ചെയ്താലും നമുക്ക് പ്രശ്നം വെറുതെ കാരണം ചെയ്യും. രാവിലെ എന്നിട്ടിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അതായത് രാവിലെ എഴുന്നേക്കൽ ഞാൻ കുറവാണ്. പിന്നെ എനിക്ക് പോകാനുള്ളതുകൊണ്ട് മാത്രം ഞാൻ നേരത്തെ എഴുന്നേറ്റാണ്. പക്ഷെ എനിക്ക് കഴിക്കാനൊന്നും പറ്റില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ, പക്ഷെ കഴിക്കാൻ പറ്റില്ല. കുറച്ച് കറി കഴിക്കട്ടെ. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും ഇത് പെട്ടെന്ന് തീർക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് വെയിറ്റിംഗ് ആണ്. സോ പെട്ടെന്ന് ഞാൻ അത് തിന്ന് തീർന്നിട്ട് അവരുടെ അടുത്തേക്ക് ഓടിപ്പോട്ടെ. അപ്പോൾ ഓസിയുടെ മീൻകറി എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് എൻ്റെ ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഇൻഷാല്ലാ അതേപോലെയൊക്കെ ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.